ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കിടെക്ചർ ഓഫ് ARM7. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മൊഡ്യൂൾ 4 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ 2 കൊല്ലം ഇത് ചോദിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് തന്നെ ഇത് പാർട്ട് ബിയിൽ എന്താ പറയുക, ലൈക്ക് നമുക്ക് എ ഉണ്ടാവും, ബി ഉണ്ടാവും, റൈറ്റ്? ഇപ്പോൾ ലൈക്ക് 14.A 14.B. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ പറയുക 7 മാർക്സിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആർക്കിടെക്ചർ ഓഫ് ARM7. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ ഭയങ്കര വലിയൊരു സംഭവമായിരിക്കും, പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, സോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് ഡാറ്റ എഴുതിയേക്കണം, ഇവിടെ എന്തുകൊണ്ടാണ് അഡ്രസ്സ് എഴുതിയേക്കണമെന്ന് ഞാൻ പറയാം. സോ ബേസിക്കലി ലൈക്ക് ജസ്റ്റ് ഇമാജിൻ ഇതെൻ്റെ ഒരു സ്റ്റോറേജ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ എൻ്റെ ഡാറ്റ ഉണ്ട്. ഓക്കെ, ഡേറ്റ് അല്ല, ഡാറ്റ ആട്ടോ ഇത്. ഓക്കെ, കുറേ എന്താ പറയുക സ്റ്റോറേജിന് ഒരു രജിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ കുറേ ഇതുണ്ടെന്ന് വിചാരിക്കുക, കുറേ സ്ലോട്ട്സ് ഉണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ. ഓക്കെ, ആൻഡ് ഇവിടെ ഈ ഒരു സ്ലോട്ടിൽ ഓക്കെ ഇവിടെയാണ് എൻ്റെ ഇവിടുത്തെ അഡ്രസ്സും ആണ് XX12. ഓക്കെ, ആൻഡ് ഇവിടുത്തെ ഡാറ്റയാണ് 23 സംതിങ്. ഓക്കെ, സംതിങ് റാൻഡം ആയിട്ട് എടുത്തുന്നുള്ളൂ. സോ ഈ അഡ്രസ്സ് ഇറ്റ് വുഡ് ബി പോയിൻറ്റിങ് ടു ദിസ് അഡ്രസ്. ഈ XX12 എന്ന് ഞാൻ എഴുതിയിട്ടില്ല, ഇതിനെ ആയിരിക്കും പോയിൻ്റ് ഔട്ട് ചെയ്യണത്. ആൻഡ് ദിസ് ഡാറ്റ വിൽ ബി പോയിൻറ്റഡ് ടുവേർഡ്സ് ദിസ് 23. ക്ലിയർ ആയോ? അതാണ്. ഇനി PC എന്താ? ഇതാണ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ. രജിസ്റ്റർ 15 ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ പ്രോഗ്രാം കൗണ്ടർ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിക്കേ. ഇപ്പം അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഇത് Y12 ആണെന്ന് വിചാരിക്കുക. സോ ഈ പ്രോഗ്രാം കൗണ്ടർ വിൽ ബി സ്വിച്ച് ടു YY12. അത് വെച്ചാൽ ഈ YY12 എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയോ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഡാറ്റയും അഡ്രസ്സും പ്രോഗ്രാം കൗണ്ടറും എഴുതുന്നത്, റൈറ്റ്? സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദ വെരി ഫസ്റ്റ് തിങ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളിപ്പോൾ ഡാറ്റേനെയാണ് ഏറ്റവും ആദ്യം എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമുക്കിവിടെ സൈൻ എക്സ്റ്റെൻഡ് ഉണ്ട്. ഓക്കെ, സൈൻ എക്സ്റ്റെൻഡ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്. ഓക്കെ, ഈ സൈൻ എക്സ്റ്റെൻഡ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റ ചിലപ്പോൾ 4 ബിറ്റ് ആവും. ഓക്കെ, ചിലപ്പോൾ 16 ബിറ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാം എന്താ പറയുക 32 ബിറ്റിൻ്റെ ഡാറ്റ ആയിരിക്കും. ഓക്കെ, പക്ഷേ ആർമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർമിൽ രജിസ്റ്റർ ഫയൽസിൻ്റെ അകത്ത് നമുക്ക് 32 ബിറ്റാണ് സ്റ്റോറേജ് സൈസ്. അപ്പോൾ ഒരു 4 ബിറ്റ് ഡാറ്റയും ഒരു 8 ബിറ്റ് ഡാറ്റ അല്ലെങ്കിൽ ഒരു 16 ബിറ്റ് ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് ആ 32 ബിറ്റിൻ്റെ സൈസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആ ഡാറ്റയുടെ മുമ്പിൽ നമ്മൾ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ സൈൻ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ എന്തുകൊണ്ടാണ് സൈൻ എക്സ്റ്റെൻഡ് നമ്മൾ യൂസ് ചെയ്യണമെന്ന്? ഓക്കെ, so it is used to extend like that complete data bit into 32 bit. ഓക്കെ, സോ അതിനുവേണ്ടി വേറെ ഒന്നുമില്ല, നമുക്ക് കിട്ടിയേക്കുന്ന ഡാറ്റ ബിറ്റിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഇനി അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എക്സ്റ്റെൻഡിൽ പോയിട്ട് അത് ചെക്ക് ചെയ്യും, ലൈക്ക് 32 ബിറ്റ് ആണോ അല്ലയോ. 32 ബിറ്റ് ആണെങ്കിൽ അതിനെ ഇതിലേക്ക് കൊണ്ടുപോകും, എങ്ങോട്ടേക്ക്? രജിസ്റ്റർ ഫയൽസിലേക്ക്. ഓക്കെ, അത് അത്രയും ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്കിക്കേ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബേസിക്കലി ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ ഓർ വി ക്യാൻ സേ ഡീകോഡ് ദ കോഡ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് എന്ത്? നമ്മുടെ രജിസ്റ്റർ ഫയൽ. ഓക്കെ, രജിസ്റ്റർ ഫയലിൻ്റെ അകത്ത് 32 ബിറ്റിൻ്റെ സൈസ് ആയിരിക്കും അതിന്. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് ഇത് നോക്കിക്കേ 2 ഓപ്പറൻസ് കിട്ടും, ഓപ്പറൻറ്റ് A ആൻഡ് ഓപ്പറൻറ്റ് B. ഓക്കെ, ഈ ഓപ്പറൻറ്റ് A is directly going to this ALU. ഓക്കെ, ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ALU. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി ഗോയിങ് ടു ദ ALU. ആൻഡ് ഓപ്പറൻറ്റ് B ഇതൊരു ബാരൽ ഷിഫ്റ്ററിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ബാരൽ ഷിഫ്റ്ററിൽ ബേസിക്കലി നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യാം, മീൻസ് ഷിഫ്റ്റ് ചെയ്യുക, ഡാറ്റേനെ ഷിഫ്റ്റ് ചെയ്യുക ബൈ 1 പ്ലേസ്. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാരൽ ഷിഫ്റ്റർ യൂസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 0 0 0 0 1 1 0. ഓക്കെ, ഇത് എത്രയാണ് നോക്കിക്കേ, 2 raised to 0 2 raised to 1, ഇവിടെ 2 വരും, 2 raised to 2
ടു 4 ടു ഇത് 6 ആയിരിക്കും, റൈറ്റ്? ഇനി ഇതിനെ ഞാൻ ലെഫ്റ്റിലേക്ക് ഒരു 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കാം? 0 0 0 0. ഈ 1 എങ്ങോട്ടേക്ക് വരും? ഈ 0ൻ്റെ പൊസിഷനിലേക്ക് വരും. ഈ 1 എങ്ങോട്ടേക്ക് വരും? ഈ 1ൻ്റെ പൊസിഷനിലേക്ക് വരും. ബാക്കി ഈ 0യോ ഇങ്ങോട്ട് വരും. ആൻഡ് ഇവിടെ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ 0 എന്ന് ഇടും. അപ്പോൾ ഇതെത്ര ഇപ്പം നോക്കിക്കേ? 2⁻0 2⁻1 2⁻2 2⁻3, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി 12. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാരൽ ഷിഫ്റ്റ് ചെയ്യുക. മീൻസ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റേനെ, ഓപ്പറൻറ്റ് ബി ഡാറ്റേനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റൈറ്റ് ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി അടുത്താണ് നമ്മുടെ നോക്കിക്കേ, ഇവിടെയാണ് MAC എന്ന് പറഞ്ഞ മാക്ക് ഉണ്ട്. ഓക്കെ, സോ മാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം നമുക്ക്. ഓക്കെ, സോ മാക്ക് ഉണ്ട് ഇവിടെ, വേർ ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അക്യുമുലേഷൻ. ദാറ്റ് മീൻസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ആൻഡ് അക്യുമുലേറ്റ് ചെയ്യാം. മീൻസ് എയും ബിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാം ആൻഡ് ദ റിസൾട്ട് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ക്യാൻ ബി ആഡഡ് വിത്ത് സംതിങ് അതർ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എ ഉണ്ട്, ബി ഉണ്ട്, അക്യുമുലേറ്റർ ഉണ്ട്. അപ്പോൾ എ ഇൻറ്റു ബി ചെയ്യാം പ്ലസ് AC ചെയ്യാം. മീൻസ് ഇതിൻ്റെ പ്രൊഡക്റ്റ് പ്ലസ് ACC. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അക്യുമുലേറ്റർ MAC എന്ന് പറഞ്ഞ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ALUവിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ അഡ്രസ് രജിസ്റ്ററിലേക്ക് പോകും. ദെൻ വി ഹാവ് ആൻ ഇൻക്രിമെൻറ്റർ. അത് വേറെ ഒന്നും കൊണ്ടുപോയല്ല, ലൈക്ക് അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അഡ്രസ്സിന് ഇൻക്രിമെൻ്റ് ചെയ്താലാണ് മറ്റേ പ്രോഗ്രാം കൗണ്ടറിന് അടുത്ത ഡാറ്റയിലേക്ക് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ആമിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്. ക്ലിയർ ആയോ? ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം അഡ്രസ് ഡാറ്റ ബസ് ഉണ്ടാവും, 32 ബിറ്റിൻ്റെ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ആക്സസ് 4 GB ഓഫ് മെമ്മറി അഡ്രസ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വോൺ ന്യൂമാൻ മോഡൽ. ഓക്കെ, വോൺ ന്യൂമാൻ മോഡലിലായിരിക്കും വർക്ക് ചെയ്യുക. സോ അതെന്താണ് ബേസിക്കലി മെമ്മറി ഈസ് കോമൺ ഫോർ കോഡ് ആൻഡ് ഡാറ്റ. കോഡും ഡാറ്റയ്ക്കും വേണ്ടിയിട്ട് മെമ്മറി സെയിം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അത് വോൺ ന്യൂമാൻ മോഡലിൽ വർക്ക് ചെയ്യുന്നത്. ഇനി PC പ്രോഗ്രാം കൗണ്ടർ 32 ബിറ്റ് അഗെയിൻ R15. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പീരിയോഡിക്കലി ഇൻക്രിമെൻറ്റഡ് ആഫ്റ്റർ ഈച്ച് ഇൻസ്ട്രക്ഷൻ. ഇവിടെ പറഞ്ഞില്ലേ ഇൻക്രിമെൻറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. So automatically it will be incremented. Since all the instructions are 32 bit, lowest 2 bits are insignificant. Okay, and all the instructions are aligned location. Means എല്ലാ ഇൻസ്ട്രക്ഷൻസും എവിടെയായിരിക്കും? നമ്മുടെ അലൈൻഡ് ലൊക്കേഷൻസിലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വി നീഡ് ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് ഇൻ വൺ സിംഗിൾ മെഷീൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഒരു വൺ സിംഗിൾ മെഷീൻ സൈക്കിളിൽ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് അലൈൻഡ് ആയിരിക്കണം. ഓക്കെ, so it should be stored in a multiple of 4, 0, 4, 8, 16 അങ്ങനെ. ഓക്കെ, so it should be like that. ഇനി അടുത്ത് നോക്കിക്കുക, ഡാറ്റ ബസ്. ഓക്കെ, അതും 32 ബിറ്റ് ആണ്. ഓക്കെ, സോ ദിസ് ബസ് ഈസ് യൂസ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഓപ്കോഡ്, റീഡ് ഡാറ്റ ആൻഡ് റൈറ്റ് ഡാറ്റ. 4 ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് എന്താണ് ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഓപ്കോഡ്, റീഡ് ആൻഡ് ഡാറ്റ. ക്ലിയർ ആയോ? ഇനി നോക്കി, ഇൻസ്ട്രക്ഷൻ ഓപ്കോഡ് വിൽ ഗിവൻ ടു ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ. ഇവിടെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് അത് കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്ത് തരും. ഓക്കെ, ഡാറ്റ റീഡ് ഓൺ ഡാറ്റ ബസ് ക്യാൻ ബി 8 ബിറ്റ് 16 ബിറ്റ് ആൻഡ് 32 ബിറ്റ്. ഓക്കെ, ഇവിടെ തന്നെ ഡാറ്റ റീഡ് ചെയ്യണത് 8 ബിറ്റ് ആവാം, ഓക്കെ, 16 ബിറ്റ് ആവാം, 32 ബിറ്റ് ആവാം. അപ്പോൾ ആ സംഭവത്തിന് മീൻസ് ഇപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ അതിന് 32 ബിറ്റ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൈൻ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, ALU എന്തായിരിക്കും? 32 ബിറ്റ്സ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് യൂസ് ടു പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ദ ഓപ്പറൻസ് ഫ്രം ദ രജിസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റോർ ദ വാല്യൂ ഇൻ ടു ദ രജിസ്റ്റേഴ്സ് ഓൺലി. അപ്പോൾ ഈ രജിസ്റ്ററിൽ നിന്നാണ് എന്താ ഓപ്പറൻറ്റ് എയും ഓപ്പറൻറ്റ് ബിയും വരുന്നത്. ആൻഡ് ഇവരുടെ ഈ റിസൾട്ട് ഇത് ഉണ്ട്, ഈ ഒരു ലൈൻ പോണുണ്ട്, ഇവരുടെ റിസൾട്ട് എവിടെയായിരിക്കും? രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ പോണത്. ക്ലിയർ ആയല്ലോ? ഇനി ബാരൽ ഷിഫ്റ്ററിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ് ടു പ്രീ ഷിഫ്റ്റ് ദ ഓപ്പറൻറ്റ് ബിഫോർ ഇറ്റ് ഈസ് ഗിവിംഗ് ടു ALU. അപ്പോൾ ALUയിലേക്ക് കിട്ടുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ഓപ്പറൻറ്റിൻ്റെ വാല്യൂവിനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ബാരൽ ഷിഫ്റ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കേ, ഒരു കോമ്പിനേഷണൽ ലോജിക് ഷിഫ്റ്റർ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്. സോ ഇറ്റ് ക്യാൻ ഷിഫ്റ്റ് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഇൻ വൺ ക്ലോക്ക് സൈക്കിൾ. ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചെയ്യുന്ന സംഭവം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കി ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് LDR R0 ബ്രാക്കറ്റിൽ R1, R2, LSL #4.
ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈക്ക് രജിസ്റ്റർ ആണ്. ഓക്കെ, സോറി, ഇതിന് നമുക്ക് ലോഡ് രജിസ്റ്റർ എന്ന് പറയാം. ഓക്കെ, LDR ആണല്ലോ അപ്പോൾ ലോഡ് രജിസ്റ്റർ. ഓക്കെ, സോ ഇറ്റ് വിൽ ലോഡ് ദ വാല്യൂ ഓഫ് R0. ഓക്കെ, ഇറ്റ് വിൽ ലോഡ് ദ വാല്യൂ ഓഫ് R0 given that R1, R2, LSL #14. ഓക്കെ, അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നോക്കിയേ R1 R2. ഓക്കെ, സോ ഈ R2 കഴിഞ്ഞിട്ടാണ് LSL #4 എന്ന് വന്നേക്കുന്നത്. മീൻസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ഓൺ R2. R2ൽ നമ്മൾ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം? ലെഫ്റ്റ് ഷിഫ്റ്റ്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യണം? R0ൽ സ്റ്റോർ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, സോ R1 പ്ലസ് R2 where R2 will be left shifted by 4 bits. Okay, then what happen? We will store the value in R0. ക്ലിയർ ആയല്ലോ? ഇനി ഇത്രയായിരുന്നു നമ്മുടെ എന്താ പറയുക ആമിൻ്റെ ഒരു കംപ്ലീറ്റ് ആർക്കിടെക്ചർ. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള കമ്പൈലർ, അസംബ്ലർ, ലിങ്കർ ആൻഡ് ലോഡർ. ഓക്കെ, ബേസിക്കലി നിങ്ങളൊരു സോഴ്സ് കോഡ് എഴുതും, റൈറ്റ്? ഒരു സോഴ്സ് കോഡ് എഴുതും. ആ സോഴ്സ് കോഡ് ഏറ്റവും ആദ്യം കമ്പൈലറിലേക്കായിരിക്കും പോവുക. കമ്പൈലറിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ C ലാംഗ്വേജ് എഴുതും, റൈറ്റ്? C ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുമ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒരു .c എന്ന് പറഞ്ഞിട്ടുള്ള ഫയലായിരിക്കും ജനറേറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ ആ C ലാംഗ്വേജിലെ ഫയൽ ഡയറക്റ്റ് ഞാൻ കമ്പ്യൂട്ടറിന് കൊടുത്താൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കമ്പൈലറിൻ്റെ ആവശ്യമുണ്ട്. ആ കമ്പൈലർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആ C പ്രോഗ്രാമിനെ എടുത്തിട്ട് അസംബ്ലി കോഡിലേക്ക് മാറ്റും, അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലേക്ക് മാറ്റും. ഓക്കെ, എന്നിട്ട് അത് എങ്ങോട്ടേക്ക് പോകും? അസംബ്ലറിലേക്ക് പോകും. അസംബ്ലർ എന്താ ചെയ്യണേ? ആ അസംബ്ലി കോഡിനെ മഷീൻ കോഡാക്കി മാറ്റും. ക്ലിയർ ആയോ? മഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ 010101 ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് നോക്കിക്കേ, ലിങ്കറിലേക്കാണ് പോകുന്നത്. ലിങ്കർ എന്താ ചെയ്യണേ? ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം കൈൻഡ് ഓഫ് ലൈബ്രറി ഉണ്ടാവുമല്ലോ, ആ ലൈബ്രറീനെ ഒക്കെ എടുത്ത് എന്താ പറയുക ഈ നമ്മുടെ ഇതിൻ്റെ ഒപ്പം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ലിങ്കറിനെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് കോമ്പിനേഷൻ ഓഫ് ഓൾ പ്രോഗ്രാം. ഓക്കെ, എല്ലാം ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ എല്ലാം ലൈബ്രറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ കോമ്പണൻസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഫൈനൽ ഒരു എക്സിക്യൂട്ടഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കൈൻഡ് ഓഫ് കോമ്പണൻസിനെയും എന്താ ചെയ്യും? ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്കർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ലോഡർ. ലോഡർ വിൽ ലോഡ് ദ ഫൈനൽ എക്സിക്യൂട്ടഡ് കോഡ് ഇൻ ടു ദ മെമ്മറി. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന കോഡിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ദിസ് വാസ് ദ എൻഡ് ഓഫ് ദ മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4ലെ സിമ്പിളായിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും എന്നെ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഡൗൺ ചെയ്യുക, ഞാൻ അതിനുള്ളിൽ വീഡിയോ ഉണ്ടാക്കി തരാം. ഓക്കെ, നിങ്ങൾക്ക് 7th എക്സാം, അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഏതെങ്കിലും ടോപ്പിക്ക് ഇപ്പോൾ മനസ്സിലാവണില്ലെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഹാർഡ് ടോപ്പിക്സ് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ സോഫ്റ്റ് ടോപ്പിക്സ് ഫിനിഷ് ചെയ്യാൻ നോക്കാം. സോഫ്റ്റ് ടോപ്പിക് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് നിങ്ങൾ പെട്ടെന്ന് തീർത്തിട്ട് പോവുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഹാർഡ് ടോപ്പിക്സ് നോക്കിയാൽ മതി. കാരണം പറഞ്ഞാൽ ആദ്യമേ ഹാർഡ് ടോപ്പിക്ക് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങളത് കാണപ്പാടെ പഠിക്കാൻ നോക്കും. കാണപ്പാടെ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി സംഭവങ്ങൾ പഠിക്കുമ്പോൾ ഇത് പതിയെ മറക്കാൻ തുടങ്ങും, റൈറ്റ്? സോ ബെറ്റർ യു പ്ലേ സേഫ്. ഓക്കെ, ക്യാമ്പ് പോലത്തെ സബ്ജക്റ്റിൽ നമ്മൾ ഏറ്റവും നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ പക്ക സ്ട്രോങ് ആക്കിയിട്ട് വെക്കുക. കാരണം എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഒരു സെൽഫ് ഡൗട്ട് കാരണം നിങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റഡി വെൽ. ടിൽ ദെൻ, ബൈ.